നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അടുത്തടുത്ത് വരികയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ വിഷയങ്ങൾ അതൊന്നുമല്ല. ഇവിടെ ഓരോരോ സ്ഥാനാർത്ഥികളെയായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം സുരേഷ് ഗോപിയിൽ തുടങ്ങി രാജീവ് ചന്ദ്രശേഖറായി, ഒടുവിൽ അത് ശോഭാ സുരേന്ദ്രനെ വരെ കയറിപ്പിടിച്ചിരിക്കുന്നു. അവർ ഈ മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് ശീലമാക്കിയിരിക്കുന്ന ചില പാർട്ടികളാണ്. അതേപോലെ തന്നെ മാധ്യമ രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങളോ അല്ലെങ്കിൽ ഈ സർക്കാരുകൾ ഇതുവരെ കൈവരിച്ച വികസന നേട്ടങ്ങളോ അല്ലെങ്കിൽ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുമല്ല അവർ ചർച്ച ചെയ്യുന്നത്. അവർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP അഥവാ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യം ഇവിടെ 400 സീറ്റ് നേടുമോ ഇല്ലയോ എന്ന കാര്യമാണ് മിക്ക ചാനലുകളിലും ചർച്ച. പലരും അതൊരു 370, 360, 350 ആയി നിജപ്പെടും എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ആ ചർച്ച കൊണ്ടുപോകുന്നത്. അപ്പോഴും അവർക്ക് ആർക്കും ഒരു സംശയവുമില്ല, BJP വീണ്ടും ഇവിടെ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് 3ാം വട്ടം വരുമെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. ആകെ തർക്കമുള്ളത് സീറ്റിൻ്റെ എണ്ണത്തിൽ മാത്രമാണ്. അങ്ങനെ BJP എന്ന് സകല ചാനലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ട് ഒരു 10-30 വർഷം പിന്നിലേക്ക് നമ്മൾ ഒന്ന് നോക്കണം. ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം. ആ ചിത്രത്തിൽ ഒരു ചുവരെഴുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചിത്രം കണ്ണൂർ എളയാവൂർ സൗത്തിലെ പഴശ്ശി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അത് അവിടുത്തെ ആ കനാലിൻ്റെ തൂണിൽ 1980കളുടെ അവസാന സമയത്ത് ആരോ BJPക്കാരനായിരിക്കണം എഴുതി വെച്ചൊരു വരികളാണ്. ആ വരികളിൽ ഇങ്ങനെയാണ്: BJP ജയിക്കും, ഭാരതം ഭരിക്കും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, അന്ന് ആ എഴുത്ത് കണ്ട അവിടെയുള്ള ഒരു 90% ആളുകളും ഇത് കണ്ട് തലയറഞ്ഞ് ചിരിച്ചു കാണും. ഒരിക്കലും BJP ഇന്ത്യ ഭരിക്കില്ല, BJP ജയിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കാലം തന്നെയായിരിക്കും അത് തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു കാലത്ത് നിന്ന് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന വർത്തമാന കാലത്ത് അവർക്ക് ആകെ പറയാനുള്ള ഒരു പിടിവള്ളി കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ല എന്നത് മാത്രമാണ്. ഇന്ത്യ ഭരിക്കില്ലെന്നോ ഇന്ത്യയിൽ തുടർഭരണം നടത്തില്ലെന്നോ ഒന്നും പറയാനുള്ള ധൈര്യമോ തൻ്റെ ഇടമോ ഒന്നും അവർക്കില്ല. അന്ന് ചിരിച്ചവർക്ക് ഇന്ന് ചിരി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ചിരിക്കാൻ തന്നെ മറന്നിരിക്കുന്നു. കൂടുതൽ സമയവും മോദി എന്തെങ്കിലും പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ട് കുരുപൊട്ടുകയും രോദിക്കുകയും കരയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് വർത്തമാന കാലത്ത് നമ്മൾ കാണുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് മാറി ഒരു 2014 മുമ്പാണെങ്കിൽ പോലും BJP ഒരിക്കലും ഇന്ത്യ ഭരിക്കില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവർ പക്ഷേ വാജ്പേയി മറന്നിട്ടാണത് പറയുന്നത്. 90കളുടെ അവസാനത്തിൽ തന്നെ BJP ഇന്ത്യ ഭരിച്ചിരുന്നു. ആ സമയത്ത് EVM പോലുമില്ല, ആ സമയത്ത് ബാലറ്റാണ്. അതുപോലും ഇന്നത്തെ ചിലർ ഓർക്കുന്നില്ല, അവർക്കറിയില്ല. അവർക്ക് അറിയേണ്ട ചരിത്രം 2014 ശേഷമുള്ളത് മാത്രമേ അവർ പറയാറുള്ളൂ, അതിന് മുമ്പോട്ടുള്ളത് പറയാറില്ല. ഇപ്പോഴും EVMൻ്റെ പേരിൽ ചിലർ കരയുമ്പോൾ അവർ മറന്നു പോകുന്ന കാര്യമാണ് 3 തവണ വാജ്പേയി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ആദ്യം 13 ദിവസം, പിന്നീട് 13 മാസം, പിന്നീട് 5 വർഷം. അങ്ങനെ മൊത്തം 6 വർഷത്തിന് മുകളിൽ വാജ്പേയി തന്നെ ഇവിടെ ഭരിച്ചതാണ്. ആ സമയത്ത് EVMലായിരുന്നില്ല തിരഞ്ഞെടുപ്പ്, കൂട്ടുമുന്നണിയായിട്ട് തന്നെയാണ് ഭരിച്ചത്. NDA ഒക്കെ തുടങ്ങുന്ന ആ സമയത്താണ്. അതിനുശേഷം വന്ന UPAയും ഇതുപോലെ തന്നെ സഖ്യ സർക്കാരായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഒറ്റയ്ക്ക് ഈ 2 കൂട്ടർക്കും ഭൂരിപക്ഷം ഇല്ലായിരുന്നു. കോൺഗ്രസിനും അതെ, BJPക്കും അതെ. പക്ഷേ BJP ഭരിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ EVM ആയിരുന്നില്ല, ബാലറ്റായിരുന്നു. അപ്പോൾ EVMൽ മാത്രമേ BJP ജയിക്കൂ എന്ന ചിലരുടെ തള്ള് അവിടെ തന്നെ പൊളിയുകയാണ്. EVM ഇല്ലാത്ത കാലത്തും BJP ഇവിടെ ജയിച്ചിട്ടുമുണ്ട്, ഭരിച്ചിട്ടുമുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ചിത്രമൊന്ന് ഓർക്കുക. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെയായിരുന്നായിരിക്കും ചിന്തിക്കുക. എവിടെങ്കിലും മതിലിൽ ഇതുപോലെ ഒരു എഴുത്ത് കണ്ടാൽ BJPയോ ഏത് കാലത്ത് ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല എന്ന് പറയുമായിരുന്നു. ഇവിടെ ഉള്ളായിരുന്ന EMS അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരിലെ സമുന്നതരായിട്ട് അവർ കണക്കാക്കുന്ന നേതാക്കളൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് ആവർത്തിച്ചിരുന്ന കാര്യമാണ് BJP ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ പോണില്ല എന്ന്. അതൊക്കെ മാറിയിട്ട് അവരിപ്പോൾ ആകെ ഒരു പിടിവള്ളിയായിട്ട് BJPക്ക് കേരളത്തിൽ നിന്ന് സീറ്റുകൾ കിട്ടില്ല എന്ന തരത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ ഓൾറെഡി BJP ഒരു MLA സീറ്റ് നേരത്തെ നേടിയതാണ്. അതിനാൽ അത് പറയുന്നില്ല, BJPക്ക് ഇനി പാർലമെൻറ്റിലേക്ക് സീറ്റ് കിട്ടില്ല എന്ന തരത്തിലേക്ക് ആ സംശയം ചുരുക്കിയിരിക്കുന്നു. പക്ഷേ ഇത് കാണുമ്പോഴാണ് അസാധ്യമായത് ഒന്നുമില്ല എന്ന ആ ഒരു മഹത് വചനം എത്ര അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഒരുപക്ഷെ ഞാനടക്കമുള്ളവർ, നിങ്ങളിൽ കേൾക്കുന്ന പലരും അന്നിത് കണ്ടിരുന്നെങ്കിൽ
ഈ BJP ജയിക്കും, ഭാരതം ഭരിക്കും എന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചു പോകാൻ എങ്ങനെ ഭരിക്കാനാണ്, എവിടുന്ന് സീറ്റ് കിട്ടാനാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചേനെ. അത് മാറി ഇന്നിപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഒരു കാലത്ത് അവിടെ BJPക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലായിരുന്ന സ്ഥലങ്ങളായിരുന്നു, അവിടെ ഭരിക്കുന്നു. ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമാവുന്നു. ത്രിപുര മൊത്തത്തിൽ അവരെടുത്തുകൊണ്ട് പോകുന്നു. 2 പാർലമെൻറ്റ് സീറ്റും കിട്ടി. തുടർച്ചയായിട്ട് രണ്ട് തവണ നിയമസഭയിലും അവർ തന്നെ ഭരിക്കുന്നു. കേരളത്തിൽ ഒരിക്കൽ ഒരു സീറ്റ് കിട്ടി. കർണാടകയിലാണെങ്കിൽ 25 MP-മാരുണ്ട്. തമിഴ്നാട്ടിൽ 4 MLA-മാരായി. പുതുച്ചേരിയിലായി. അവർക്ക് സത്യത്തിൽ പ്രവേശനമില്ലാത്ത ഒരിടം, അല്ലെങ്കിൽ തീരെ കുറച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രമുള്ളൊരു സ്ഥലം കേരളമൊന്നുമല്ല, അത് ആന്ധ്രാപ്രദേശാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രയ്ക്കാണ് എന്തെങ്കിലും BJPയെ പ്രതിരോധിച്ച് നിർത്തുന്നതെന്ന് പറയാനുള്ള കുറച്ചെങ്കിലും ഒരു അർഹതയുള്ളത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഇത് കേരളമാണ്, ഇവിടെ BJP ഭരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ ഇതേപോലുള്ള ചുവരെഴുത്തുകൾ ഇടയ്ക്ക് നോക്കുന്നത് നന്നായിരിക്കും. കാരണം പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. അല്ലാതെ പേരിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നെഴുതി വെക്കുകയും കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോയ ഒരു പാർട്ടിയല്ല. അതുപോലൊരു ഗതികേട് ആ പാർട്ടിക്ക് വരികയുമില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.